ഭാഗം വായിക്കും. അത് കഴിഞ്ഞ് മോക്ഷപ്രാപ്തിയുടെ ഭാഗം. നമ്മൾ പതുക്കെ ദേവിയുടെ നടയുടെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. പതുക്കെ ഇതാണ് കരിക്കകം ചാമുണ്ഡി ദേവിയുടെ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പതുക്കെ കയറാം. ഗോപുരം നോക്കി കണ്ടോ, വാതിൽ നോക്കി എന്ത് വലുതാന്ന് നോക്കി. പതുക്കെ ഉള്ളിലേക്ക് നമ്മൾ കയറാണ്. ഇത് ചിത്രപ്പണിയാണ് ആ വാതിലുകൾക്കൊക്കെ. ഇതാണ് രക്തചാമുണ്ഡി ദേവിയുടെ സ്തൂപം അല്ലെങ്കിൽ കൊടിമരം കണ്ടോ. ഇതാണ് ബാലചാമുണ്ഡി ദേവിയുടെ സ്തൂപം. ഇവിടെ നിങ്ങൾക്കൊരു മരത്തിൽ തൊട്ടിൽ കൊട്ടിയിരിക്കുന്ന കാണാം കണ്ടോ. ഇതിൻ്റെ അടുത്തായിട്ട് തുലാഭാരം ചെയ്യാൻ പാകത്തിന്, കുട്ടികളെ ചെയ്യാൻ പാകത്തിന്. ഇതാണ് മണി, വലിയ ഗോപുരമാണ് മണിക്ക്. ഇതാണ് ഫ്രണ്ടിലുള്ള ഗോപുരം ദേവിയുടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗോപുരം കാണാം കണ്ടോ. ഇന്ന് നമ്മൾ കരിക്കകം ദേവീ ക്ഷേത്രത്തിൽ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ യജ്ഞം നടക്കുക, മഹായജ്ഞം നടക്കുകയാണ്, യാഗശാല. ഇവിടെയാണ് ദേവിക്ക് നേർച്ച വെച്ച കോഴികളെ കാണാം കണ്ടോ. തൊട്ടടുത്തായിട്ട് നാത്തന്മാരുടെ പ്രതിഷ്ഠയും കാണാം. ഈ കാണുന്നത് നാത്തന്മാരുടെ പ്രതിഷ്ഠയാണ്. ഇതിനോട് തൊട്ടടുത്ത് ദേവിയുടെ കുളം, അതിനോട് ചേർന്നാണ് ഗോപുരം കാണാം കണ്ടോ. യജ്ഞം നടക്കുക. അപ്പം അതുകൊണ്ട് അകത്തുനിന്ന് പറഞ്ഞാൽ ഒന്നും കേട്ടുകൂടാ. ഞാൻ 2-3 തവണ എടുക്കാൻ നോക്കി, പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് പുറത്തു നിന്നെന്ന് പറയുന്നു. ഈ അമ്പലം ചാമുണ്ഡി ദേവിയുടെ ക്ഷേത്രമാണിത്. ഈ ചാമുണ്ഡി ദേവി ക്ഷേത്രത്തിൽ ചാമുണ്ഡി ദേവി കൂടാതെ 2 പ്രധാന പ്രതിഷ്ഠകളുണ്ട്. ആ നടകൾ എപ്പോഴും അടഞ്ഞായിരിക്കും കിടക്കുക. അതൊന്ന് രക്തചാമുണ്ഡിയും ഒന്ന് ബാലചാമുണ്ഡിയാണ്. ഇത് നമുക്ക് ടോക്കൺ എടുത്തിട്ട് ആ നട നമുക്ക് തുറപ്പിക്കാം. ആ ടോക്കൺ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ടോക്കൺ എടുക്കുക. ടോക്കൺ എടുത്തിട്ട് നമ്മൾ മണി അടിച്ചിട്ട് തിരുമേനി നട തുറക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അത് രക്തചാമുണ്ഡിയുടെ. ബാലചാമുണ്ഡി ശരിക്കും കുട്ടികളുണ്ടാകാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നട തുറപ്പിച്ച് ചെയ്യുന്നത്. അങ്ങനെ 2 അടഞ്ഞു കിടക്കുന്ന 2 നടകളും കൂടെ ഇവിടെയുണ്ട്. ഇതുകൂടാതെ ഗണപതിയുണ്ട്, ശാസ്താവുണ്ട്, ബാലഗണപതിയുണ്ട്. ഇതുകൂടാതെ ആയിരവല്ലി എന്ന് പറയുന്ന ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഫുള്ള് ആലിൻ്റെ കീഴിലാണ് ആ പ്രതിഷ്ഠ ഉള്ളത്. ഇതുകൂടാതെ യക്ഷിയമ്മയുണ്ട്. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. വന്ന് നന്നായിട്ട് തൊഴാൻ പറ്റുന്ന ഒരു അമ്പലമാണ് കേട്ടോ.